നമസ്കാരം. ഒന്നുകിൽ മലയാളികൾ ചൂടിൽ ഉരുകിത്തീരും, അല്ലെങ്കിൽ മഴയിൽ മുങ്ങിത്താഴും. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. ചൂടാണെങ്കിൽ കൊടും ചൂട്, മഴയാണെങ്കിലോ പെരുമഴ. ഇതാണ് നമ്മൾ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. സംസ്ഥാനത്ത് നിന്ന് 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏതൊക്കെയാണ് ജില്ലകളെന്നറിയണ്ടേ? തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഈ മാസം 28-ന് വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെയും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും 26 മുതൽ 28 വരെയുള്ള തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. ഇനി ഉയർന്ന താപനില മുന്നറിയിപ്പിനെ കുറിച്ചാണ്. എന്താ അല്ലേ, മഴയും ചൂടും എല്ലാം മാറി മാറി ഇങ്ങനെ വരികയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 24, 25, 26 തീയതികളിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ 24, 25, 26 തീയതികളിൽ ചൂടും ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുട എടുക്കാൻ മറക്കണ്ട. 2 കാലാവസ്ഥയിലും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണല്ലോ അത്. ചൂടുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. ഈ 2 കാലാവസ്ഥയിലും അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കിയാൽ നന്ന്. ഇതിനെല്ലാം പുറമെ കള്ളക്കടലിനും സാധ്യത പറയുന്നുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.7 മീറ്റർ വരെയും, കന്യാകുമാരി തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.5 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കരുതിയിരുന്നോളൂ. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻകരുതലുകൾ എടുക്കാൻ മറക്കാതിരിക്കുക. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കാലാവസ്ഥ കലിതുള്ളി നിൽക്കുന്ന അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മളും തയ്യാറായിരിക്കുകയാണ് വേണ്ടത്. കാലാവസ്ഥയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യന്റെ കയ്യിലിരിപ്പും അങ്ങനെയാണ്. എത്ര മരങ്ങളാണ് വികസനത്തിന്റെ പേരിൽ വെട്ടി നശിപ്പിച്ചത്. അന്നേ ഓർക്കണമായിരുന്നു പണി പുറകെ വരുന്നുണ്ടെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും മഴയായാലും വെയിലായാലും കരുതിയിരുന്നോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.